എല്ലാവർക്കും SR കറിവേഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ബൺ സാൻഡ്വിച്ച്. അതിനായി എടുത്തിരിക്കുന്നത് ഒരു ഹാഫ് സബോള, ഒരു കഷ്ണം ക്യാരറ്റ്, 3 കളറിലുള്ള ക്യാപ്സിക്കം ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി ഇതൊന്ന് കളർ ചേഞ്ച് ആവാതെ വാട്ടിയെടുക്കണം. അതിലേക്ക് ഒരു നുള്ള് ഉപ്പും ഒരു നുള്ള് കുരുമുളക് പൊടിയും ആഡ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ട് മാറ്റി വയ്ക്കുക. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അതേ പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി ചിക്കൻ്റെ കളർ ചേഞ്ച് ആകുമ്പോൾ അതൊന്ന് മൂടി വയ്ക്കുക. എന്നിട്ട് അപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളം മുഴുവൻ ഇറങ്ങും. അതൊന്ന് തുറന്ന് വെച്ച് വറ്റിച്ചെടുക്കുക. അതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. അര ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ ജീരകപ്പൊടി, നല്ല ജീരകത്തിൻ്റെ പൊടി കേട്ടോ, അര ടീസ്പൂൺ ചതച്ച മുളക് എല്ലാം കൂടി നല്ലവണ്ണം ഇളക്കി ചിക്കനിൽ യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഒരു ചെറുനാരങ്ങ ഇതുപോലെ പിഴിഞ്ഞൊഴിക്കുക. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഷെസ്വാൻ സോസാണ് ഞാൻ ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ടൊമാറ്റോ കച്ചപ്പ് ചേർക്കാം. എന്നിട്ട് ഇത് നല്ലവണ്ണം ചിക്കനിൽ ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഈ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. വീണ്ടും ഇത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് കുറച്ച് മുസറല്ലോ ചീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി മൂടി വയ്ക്കുക. അപ്പോൾ ഈ ചീസ് ഒന്ന് മെൽറ്റായി വരും. ഇതിൻ്റെ ചൂട് കൊണ്ട് ഇതൊന്ന് മെൽറ്റാവും. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഫില്ലിങ് റെഡിയായി. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ തേച്ച് കൊടുക്കുക. ഇതേപോലത്തെ ബന്നെടുത്ത് നടു ഇതുപോലെ കീറിയിട്ട് ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുക. ഇതുപോലെ വേണം വെച്ച് കൊടുക്കാൻ. ഒരു മിനിറ്റ്. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതുപോലെ വേണം. ഇതിൻ്റെ ഈ ബന്നിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഈ ബന്നിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ മയോണൈസോ ടൊമാറ്റോ കച്ചപ്പോ എന്ത് വേണമെങ്കിൽ തേച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്നും തേക്കണില്ല. ഇതിൻ്റെ മുകളിൽ ഞാൻ മയോണൈസ് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വേണം ഫില്ല് ചെയ്തെടുക്കാൻ. അടിപൊളി സാൻഡ്വിച്ചാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണത്. മയോണൈസ് ഞാനിങ്ങനെ ഒഴിക്കണ ഭാഗം ക്യാമറയിൽ കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ മുകളിൽ മയോണൈസ് ഒഴിച്ചു കൊടുക്കുക. അടിപൊളി സാൻഡ്വിച്ചാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവും. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു.